അല്ലാഹുവേ നീ ഏറ്റവും നല്ല വിധി പറയുന്നവനാണോ ആണല്ലോ തമ്പുരാനെ. എന്താ പറ്റിയത്? അല്ലാഹുവിന്റെ മറുപടി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹ് നബിയെ, നിങ്ങളുടെ ബന്ധുവാണ് മകനെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ നിങ്ങൾ കേൾക്കുക, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിങ്ങളുടെ ബന്ധുവല്ല നൂഹ് നബിയെ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണ്. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവനെന്നല്ല, അവൻ തന്നെ ദുഷ്പ്രവൃത്തിയാണ്. ചിലർക്ക് വല്ല ആളൊരു കച്ചറയാണെന്ന് അറിയില്ല, കച്ചറ ചെയ്യുന്നവനല്ല. അനസ് ബിൻ മാലിക് ബിൻ നദറിന്റെ ഭാര്യയായിരുന്ന അവരും അദ്ദേഹം മുസ്ലിം അല്ലാതെ വന്നപ്പോ മുസ്ലിമിനെ കല്യാണം കഴിച്ചു മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അനസ് തങ്ങളെ വളർത്തിയത് അബൂ തുൽഹ തങ്ങളാണ്. അനസ് എന്നവരുടെ വാപ്പ അബൂ തുൽഹ എന്നവരല്ല. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു. റുമൈസ ബീവിയെ ജാഹിലിയത്തിൽ കല്യാണം കഴിച്ച ആള് മുസ്ലിമാ. മാലിക് ബിൻ നദർ അയാളെ കൈവിട്ടു, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റുമൈസ നീ എന്റെ കൂടെ പോരുന്നുണ്ടോ? ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ പോരുന്നില്ല. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോ ഉമ്മ മഹദി റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ പാടുകയായിരുന്നു. താരാട്ടുപാട്ട് ഉറക്കും. എന്താണ് താരാട്ടെന്ന് അറിയുമോ? ഫകാനത് തുലഖിനുഹു, ആ പ്രിയപ്പെട്ട മോൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ റുമൈസ ബീവി പറഞ്ഞു കൊടുത്തിരുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പോലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് തങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുത്തുനബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. മദീനയിൽ വന്ന് നബി തങ്ങൾ മദീനയിൽ ജീവിച്ച കാലം 10 കൊല്ലമാണ്. അതുകൊണ്ടാ 10 ഒതുങ്ങിയത്. 100 വയസ്സ് കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായി പോയ സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട അനസ് എന്നവരെ ചെറിയ കുട്ടിയായിരുന്നപ്പോ മുസ്ലിമായ ഉമ്മ വാപ്പ ഇട്ടേച്ചു പോയിട്ടുണ്ട്. മാലിക് ബിൻ നദർ അമുസ്ലിമാണ്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി, അവിടെ ഇൻസ്റ്റന്റലി തൊലാഖ് സംഭവിക്കും. തൊലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല. ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ മുസ്ലിമല്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവൾ മുസ്ലിമായിട്ട് വരണം, അല്ലെങ്കിൽ മുസ്ലിമിനെ കല്യാണം കഴിക്കേണ്ടി വരും. വലിയ ത്യാഗമാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുസ്ലിമായി വരുന്ന എത്രയോ സഹോദരന്മാരില്ലേ, എത്രയോ ആളുകൾ. ഭയങ്കര ത്യാഗമാണ് അവരൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ കാലം മുഴുവൻ ഡിലീറ്റ് ചെയ്യണ്ടേ? കഴിഞ്ഞത് മുഴുവൻ ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്, കമ്പ്യൂട്ടർ. കഴിഞ്ഞ മുഴുവൻ കാലം കഴിഞ്ഞു. പേര് മാറ്റി, ഐഡന്റിറ്റി മാറ്റി, എല്ലാം മാറ്റി. ഇപ്പോഴാ മുസ്ലിം ആവുക. നമ്മളൊക്കെ റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് ഏമ്പക്കെട്ട് നടക്കുക, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ചെയ്യുന്ന ത്യാഗം കാണണം. അങ്ങനെ മുസ്ലിമായി വന്ന 2 ചെറുപ്പക്കാരെ സദസ്സിലുണ്ട്, എനിക്കറിയാം. വലിയ ത്യാഗമാണത്, വലിയ ത്യാഗമാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. അള്ളാഹു തആല അവർക്ക് 2 കൂലിയാ കൊടുക്കുക. 2 കൂലിയാണ്. ഒന്ന് ധർമ്മസമരത്തിന്റെ കൂലി പോലത്തെ കൂലി. സ്വന്തം നാട്ടുകാരിൽ സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സിലായിട്ടും എന്തെങ്കിലും തഅസ്സുബിന്റെ പേരിൽ, റൈസിസത്തിന്റെ പേരിൽ അത്തരം ആളുകളെ വേട്ടയാടുന്നവർക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ കലിമത്ത് ഷഹാദ ചൊല്ലുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അനസ് എന്നവരെ മടിയിൽ വെച്ച് താരാട്ട് പാടുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, വളരെ ഖൈറാണ്. ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പാടുമ്പോ അനസ് എന്നവരുടെ വാപ്പ, മുസ്ലിമല്ലാത്ത വാപ്പ മാലിക് ബിൻ നദർ അന്നേ പറയും റുമൈസ ബീവിയോട്, പെണ്ണേ ലാ തുഫ്സിദി അലാ ഇബ്നി, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ പെണ്ണേ, എന്റെ മകനെ നീ നശിപ്പിക്കല്ലേ. അയാൾ പറയും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയും, ഇന്നി വല്ലാഹി ഉഇദ്ദു ഇബ്നി ലിഅംരിൻ ലാ തഅലമു, നിങ്ങൾ അറിയാത്ത ഒരു പ്ലാൻ എന്റെ മകനെ കുറിച്ച് എനിക്കുണ്ട്. ആ കാര്യം നടപ്പാക്കാനാണ് എന്റെ മോനെ ഞാൻ വളർത്തുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉമ്മ പറയും. അങ്ങനെ സംസാരിക്കാൻ പ്രായമാവുന്നതിന്റെ മുമ്പേ, വാക്കുകൾ നാവിൽ പറയാൻ പ്രായമാകുന്നതിന്റെ മുമ്പേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി
കണ്ണുകൊണ്ട് കാണപ്പെടാത്ത, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ച ഏക ഒരുത്തനായ പടച്ചവനാരോ ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അമ്പിളിമാമനെ പോലെ പരിപൂർണ ചന്ദ്രന്റെ ശോഭയുള്ള, അതിനേക്കാൾ ലാവണ്യവും ചമൽക്കാരവുമുള്ള ഈ മുത്തുനബിയുണ്ടല്ലോ, അത് അല്ലാഹു ഈ ലോകത്തെ മനുഷ്യർക്ക് എന്താണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനമെന്ന് അവൻ അറിയിച്ചു കൊടുത്ത അവന്റെ ദൂതരാണ്, അവന്റെ റസൂലാണ് മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആ ഷഹാദത്തിന്റെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ വാക്കിങ്ങനെ പറയുമ്പോഴിടക്ക് ഇങ്ങനെ ഭർത്താവ് പറയും, വേണ്ട വേണ്ട, നീ ഇതൊന്നും പറയണ്ട, വേറെ വല്ല പാട്ടും പാടിക്കൊടുക്ക്. ആ പാട്ടാടുന്ന ഏർപ്പാടൊക്കെ നിർത്തിയില്ല. ഇപ്പൊ ലായിലല്ലതൊക്കെ തിരിച്ചു പോകുന്നില്ലേ, എന്റെ ഇടക്ക് ഭയങ്കര എന്തൊക്കെയോ പാട്ടൊക്കെ പാടി അല്ലേ. നമ്മളെ കാസർകോട്ടുകാരായ എല്ലാ തരത്തിലെ ഗാനമേളയും വെക്കുന്ന ആൾക്കാർ, ഞാനത് തുറന്നു പറയാണ്, നിങ്ങൾ അള്ളാനെ പേടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അള്ളാനെ ഇഷ്ടമാണ്, ഇബ്ലീസിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും എല്ലാ നാട്ടിലും ഇല്ലേ അല്ലേ. ചെറുപുര കാസർഗോഡ് ഭയങ്കര കുരുത്ത, അങ്ങനെയൊന്നുമില്ല, എല്ലാ നാട്ടിലും ഉണ്ട്. പൈസ കൈ കിട്ടിയ എല്ലാ ചെയ്യുന്ന കുരുത്തക്കടനും ഇവിടെ ഉള്ളവരും ചെയ്യുന്നുള്ളൂ. അതും കൂടെ നമുക്ക് നിർത്തണം എന്ന ആഗ്രഹം ഇൻഷാ അല്ലാഹ്. കറുത്ത നിറമുള്ളൊരു കുട്ടിയാണ്. മോനെ നിങ്ങളുടെ വാപ്പയോട് മോനെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടോ? അല്ലാഹു പറഞ്ഞത് മോനെ കേട്ടിട്ടില്ലേ? വാപ്പയോടും ഉമ്മയോടും നന്മ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞത് മോന് ഓർമ്മയില്ലേ? മോനെന്താ വാപ്പയെ ചവിട്ടുന്നത്, അടിക്കുന്നത്? സെലക്ട് ചെയ്തെടുക്കേണ്ട വിഷയമാണ്. ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പിൽ കയറിയിട്ട് കല്യാണം കഴിച്ചുകൂടേണ്ടതല്ല. ആരാണ് തന്റെ ഭാര്യ, ആരായിരിക്കണം എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരൻ കൃത്യമായും ആലോചിച്ച് കൃത്യമായും തെരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ലാതെ. فلا تكونوا ممن عرفت بالفسق والفجور. തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്, തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്. ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചാലൊക്കെ ചിലപ്പോൾ കുറച്ച് വിജയിക്കുന്ന കേസുകൾ വളരെ കുറവ്. വിജയിക്കാന്ന് ഞാൻ പറയല്ല, സക്സസ്ഫുൾ ആയി പോകുന്ന കുടുംബജീവിതം കുറവാണ്, അധികവും ഫെയില്യൂറാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ആവേശം കുറയും. അതാ വിഷയം. കിട്ടണവരാണ് ആവേശം ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ആവേശം പോകും. നമ്മളിപ്പോൾ ഐഫോൺ 6 വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചു നോക്കി, എന്തോ ഒരു രസമായിരിക്കും വാങ്ങണ മുമ്പ്. അത് കൈ കിട്ടി ഒരു മാസം കഴിഞ്ഞാൽ തീരും. ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്തോ ഇനിയിപ്പോൾ 6+ എന്താ ഇറങ്ങിയതാണ്, ഇനി പ്ലസ് മതി എന്ന് അറിയാം. മറ്റേതും എടുത്തു, എടുത്തു. ഈ പ്രേമ കല്യാണത്തിന്റെ അവസ്ഥ ഇതാണ്. അത് അച്ചീവ് ചെയ്യുന്നവരെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അവൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞിട്ടില്ല, അവൻ്റെ ഉമ്മയും വാപ്പയും അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും. ഓല് പറഞ്ഞത് അവൻ കേൾക്കുക, ആവേശമൊക്കെ തീരും. അപ്പൊ ഇവന്റെ ചിരി കണ്ട് മയങ്ങി പോന്നതാണ് ഇവള്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതാണ്, കോളേജിൽ നിന്ന് കണ്ടതാണ്, റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ്, അല്ലെങ്കിൽ സ്ഥിരം ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറാണ്. ഇവന്റെ ചിരി കണ്ട് അവൾ മയങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനേക്കാളും ഗ്ലാമർ ഉള്ള ഒരുത്തന്റെ ചിരി കണ്ട അവൾ മയങ്ങും. അതാണ് ഇതിന്റെ ലോജിക് അല്ലേ? ആണ്, അതാണ്. അത് ഇവന് തടയാൻ പറ്റൂല. നിങ്ങൾ എന്റെ ഒപ്പം അങ്ങനെയല്ല കൂടിയത് എന്നോട് പറയും, പിന്നെ മിണ്ടാൻ പറ്റൂല. ആരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ച് വളരെ കൃത്യമായി തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ഒരു വാപ്പ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചിലർ പറയും ഞാൻ കല്യാണം എനിക്ക് കുട്ടികളൊന്നും വേണ്ട. ആ ഡയലോഗൊക്കെ പറഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞാൽ താനെ വരും. ഉസ്താദ്മാരുടെ അടുത്തൊക്കെ ദോരക്കണം കേട്ടോ, വന്നാര ഉസ്താദ് ഒരു കുട്ടി ഉണ്ടാവാന്. ആദ്യം വിചാരിച്ചു ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ. കുട്ടികൾ നാട്ടുകാർ വിടില്ലല്ലോ, അതല്ലേ ആർക്കാ കുഴപ്പം ചോദിച്ചു കിടക്കും. പിന്നെ കുടുങ്ങിയില്ലേ ഓൾക്കാ നിനക്കാ. ഗൾഫിക്ക് 6 മാസം എന്നിട്ടുണ്ടായില്ലേ, വല്ലാതെ ടിക്കറ്റ് പോയില്ലേ, ഇങ്ങനൊക്കെ പറയും നാട്ടുകാര്. അപ്പൊ കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോഴേ ആരാണ് നിന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് എന്ത് ചെയ്യണം, ആലോചിച്ച് ചെയ്യേണ്ടത്. മക്കളോട് വാപ്പ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ചാടിച്ചു കൊണ്ടുവരണ്ട, എന്ത് ചെയ്യാ, തീരുമാനിച്ചാലോചിച്ച് അവളുടെ ദീനും ചുറ്റുപാടും സ്വഭാവവും ഒക്കെ ബോധ്യപ്പെട്ടിട്ട് അറേഞ്ച്ഡ് മാരേജ്, അതിലെ ബറക്കത്തുള്ളൂ. അതിനാണ് അള്ളാഹുവിന് പൊരുത്തം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ബാധ്യത ഉമർ തങ്ങൾ മകന്റെ മുമ്പിൽ വെച്ച് വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്നു, മകന് ഏറ്റവും നല്ല പേര് വെക്കണം, നല്ല അർത്ഥമുള്ള പേര്, സ്വഹാബത്തിന്റെ പേര്, അംബിയാഇന്റെ പേര്, അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേര് വെക്കണം. മുസ്ലിമാണെന്ന് തോന്നുന്ന പേര് വേണം. ഒന്ന്
ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീൻ 3 എണ്ണമുണ്ടല്ലോ, എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കിൻ. അൻ യുഹഫിളഹുൽ ഖുർആൻ, ആ മകന് ഒരൽപ്പമെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പയുടെ ബാധ്യതയാണ്. ഗെയിമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അയച്ചു കൊടുക്കേണ്ട കുട്ടിക്ക്. ഖുർആൻ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ 3 വിഷയം പറഞ്ഞപ്പോ ഈ മകൻ പറഞ്ഞു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന അബീ മാ ഫഅല ദാലിക്, എന്റെ വാപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ ഇതൊന്നും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മ ആരാണെന്ന് അറിയുമോ? അമീറുൽ മുഅ്മിനീൻ, അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നിരുന്ന എന്റെ ഉമ്മ. ഫഅമ്മാ ഉമ്മി ഫഹിയ സൗദാ ഇശ്തറാഹാ ബിദിർഹമൈൻ, 2 ദിർഹമിന് അടിമച്ചന്തയിൽ നിന്ന് കറുത്ത വർഗക്കാരിയായ ഒരു ഭംഗിയും ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാതിരുന്ന 2 ദിർഹമിന് വില കുറഞ്ഞു കിട്ടിയപ്പോൾ എന്റെ ഉപ്പ വാങ്ങിച്ചു പോന്നവളാണ് എന്റെ ഉമ്മ. അന്ന് അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം ചെയ്യുന്നവരാണെന്ന് അറിയപ്പെടുക. അടിമപ്പെണ്ണുങ്ങളിൽ ആ വ്യഭിചാരം ഉണ്ടായത്. നിങ്ങൾ ലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദന തഹസ്സുനാ, ആ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറയും, അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം കൊണ്ട് നടന്നവരാ, അതിലൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചവരാണ്. എന്റെ ഉമ്മയെ 2 ദിർഹമിന് കൊടുത്തിട്ടാണ് എന്റെ വാപ്പ വാങ്ങിച്ചത്. ഒരടിമ സ്ത്രീയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അടിമ സ്ത്രീയിൽ ഇയാൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവളെ, ആ ഉമ്മയെ പിന്നെ ഉമ്മ വലത് എന്നാണ് പറയാ. മക്കൾ ജനിക്കുന്നതോടുകൂടെ അടിമയല്ലാതെയാവുകയും ചെയ്യും. ഇന്ന് അടിമ സമ്പ്രദായമില്ല എന്ന് തീർത്തു പറയട്ടെ. ആലിമീങ്ങളുടെ 150 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് അടിമ സമ്പ്രദായം തീരെ ഇല്ലാതെയായിട്ടുണ്ട്. 150 വർഷം മുമ്പ് ഒറ്റയിട്ട് അവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാം. 150 വർഷങ്ങൾക്കിപ്പുറം ഇനി അടിമ സമ്പ്രദായമേ ഇല്ല. അതുകൊണ്ടാണ് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അടിമയെന്ന് പറഞ്ഞുകൂടാ. അടിമകളെ സമീപിക്കാൻ പറ്റുമെന്ന് പറയുന്ന മസ്അല ഇന്നത്തെ ജോലിക്കാരികളോട് പാടുള്ളതല്ല, ഹറാമാണ്, വ്യഭിചാരത്തിന്റെ കുറ്റമാണ്. ഉമർ എന്നവരെ, എന്റെ ഉമ്മയെ വാങ്ങിച്ചു കൊണ്ടുവന്ന് 2 ദിർഹമിനെ കച്ചവടത്തിന് ഉദ്ദേശിച്ചു വന്നതാണ്. ഒരു രാത്രി എന്റെ ഉമ്മയുടെ കൂടെ കിടന്നു. അങ്ങനെയാണ് എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിക്കുന്നത്. ആ ഉമ്മയെയാണ് എനിക്ക് ഉമ്മയായി തിരഞ്ഞെടുത്തത്. എന്റെ ഉമ്മയുടെ നാട് ഏതാണെന്ന് വാപ്പാക്ക് അറിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയുടെ കുടുംബം ഏതാണെന്ന് വാപ്പാക്ക് അറിയില്ലായിരുന്നു. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മ നല്ല നടപ്പുകാരിയാണോ ഇതൊന്നും നോക്കിയിട്ടില്ല. ചീപ്പ് എന്ന് പറഞ്ഞ്, വില കുറഞ്ഞത് എന്ന് പറഞ്ഞ് അടിമയായ ഉമ്മ ഒരു പെണ്ണിനെയാണ് എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ വിഷയം, മകന് നല്ല പേര് വെക്കണമെന്നാണല്ലോ. എന്റെ മകന് എനിക്ക് പേര് വെച്ചത്, എന്റെ വാപ്പ പേര് വെച്ചത് എന്താണെന്ന് അറിയുമോ? എന്താ? ജുഅല് എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നാ, പൈസ, കൂലി എന്ന് പറയില്ലേ. എനിക്കൊരു അബ്ദുള്ള എന്നോ അബ്ദുറഹ്മാൻ എന്നോ ഒരു അഹ്മദ് എന്നോ പേരിടാതെ ജുഅല, അതും പൈസ തന്നെ, കൂലി എന്നതിനർത്ഥം. എന്റെ ഉമ്മയെ വാങ്ങിച്ചത് 2 ദിർഹമിന്. വാപ്പാക്ക് പൈസ ഇല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. എനിക്ക് പേര് വെച്ചതും ജുഅല് എന്ന്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പോലും എനിക്ക് എന്റെ വാപ്പ പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ മറുപടി കേട്ടപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചുകൊണ്ട് ആ വാപ്പയോട് പറഞ്ഞത്, ഇദ്ഹബ് വലാ അറാക്, പോടോ എന്റെ മുമ്പിൽ നിന്ന്, നിന്നെനിക്ക് കാണണ്ട, നീ എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞ് ആ വാപ്പയെ ആട്ടി ഓടിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ വാക്ക്, ഫവല്ലാഹി ലഖദ് സബഖത വലദക ഇലൽ ഉഖൂഖ്, നിന്റെ മകൻ നിന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന്റെ മുമ്പ് നീ നിന്റെ മകനെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ പരാതി ഞാൻ കേൾക്കുകയില്ല, പൊയ്ക്കോ ഇവിടുന്ന് എന്ന് ആട്ടി ഓടിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇദ്ഹബ് വലാ അറാക അബദാ, എന്റെ മുമ്പിലേക്ക് വരരുത്. അപ്പേ പറഞ്ഞേക്ക് എന്താണെന്നറിയോ? ഗൾഫിൽ നിന്ന് പൈസ കൊടുത്താലൊന്നും മക്കളോടുള്ള ബാധ്യത തീരുന്നില്ല എന്ന് നമുക്കൊക്കെ ഇപ്പൊ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലുള്ളവര് ലാഭം വിചാരിക്കില്ല. എല്ലാവരും എപ്പോഴും പറയാം, ഈ ഗൾഫിൽ നിൽക്കുന്നത് വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല ഉസ്താദേ, ഇവിടുത്തെ കുബൂസ് എന്നാ പുതിയായിട്ടല്ല വരുന്നത്. നാട്ടിൽ നിൽക്കുന്ന ടെൻഷൻ അറിയണ്ട. ഒരു 10,000 രൂപ അയച്ചാല് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരെ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഗ്ലൂക്കോസ് കയറ്റുക, അതൊക്കെ പെരക്കാര്. നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് TV കണ്ട് നടന്നാൽ മതിയല്ലോ. ഇവിടെ ഈ ടെൻഷൻ അറിയണ്ട. നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ അറിയേണ്ടതുള്ളൂ.
പൈസ അയച്ചാൽ തീരുമല്ലോ, ആ റാഹത്തിനായി കയറിപ്പോരുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ തിരിച്ചു വരുമ്പോഴേ മക്കളൊന്നും ഉണ്ടാവില്ല. മക്കൾ ചോദിക്കുക, പിന്നെ ഇത് ആരാന്നാ ചോദിക്കുക, ആരായി വന്നിരിക്കണത് ഉമ്മ, ഇത് നിന്റെ വാപ്പയാണോ മോനെ, വാപ്പേ? മക്കൾക്ക് വാപ്പയെ തിരിച്ചറിയാൻ പറ്റാതെ വരും. പിന്നെ ആ മക്കളിൽ നിന്ന് എങ്ങനെയാ നമ്മൾ നന്മ പ്രതീക്ഷിക്കുക? വാപ്പമാരോട് പറയാണ്, ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ നാളെയല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ വാപ്പമാരാവേണ്ടവരാണ്, ഒരു കുടുംബത്തിന് നേതാക്കന്മാരാവേണ്ടവരാണ്. മനസ്സിലാക്കി വെക്കുക. ദീൻ എന്നത് ഒരാൾക്കും ഒളിച്ചോടാൻ പറ്റാത്ത വിധം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇസ്ലാം. നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്, അവിടെ അതിഥിയായി പോയിരിക്കുകയാണ് ഒരാൾ. കുട്ടികളെ വളർത്തേണ്ട ആ ഒരു ചുറ്റുപാടിനെ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ അയാൾ പറഞ്ഞു, എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ കുട്ടി പഠിക്കുമ്പോ വാപ്പയുടെ ആകെയുള്ള ശ്രദ്ധ മോൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് മാത്രമാ ചോദിക്കാറ്. ഖുർആനോദിയോ നിസ്കരിച്ചോ ഇതൊന്നും വാപ്പാക്ക് വിഷയമല്ല. ഏതെങ്കിലും ഒരു ദിവസം സ്കൂൾ ഓഫാണെന്ന് പറഞ്ഞാൽ വാപ്പാക്ക് കാരണം അറിയണം, എന്തുകൊണ്ട് പോയില്ലെന്നറിയണം, ഒക്കെ ബോധിപ്പിക്കണം. നിസ്കാരം പ്രശ്നമല്ല. ആ മകന് 10 വയസ്സായപ്പോഴും വാപ്പാക്ക് ശ്രദ്ധ വരുന്നില്ല, മോനോടൊന്ന് നിസ്കരിക്കണമെന്ന് വാപ്പ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. വളരെ ദാരുണമായ സംഭവം, മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം. ഇത് നടന്നത് അറബ് ലോകത്താണെന്നതാണ് വലിയൊരു അത്ഭുതം. അറബ് ലോകത്താണ് നടന്നത്. ആ കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മകന്റെ കയ്യിൽ കാശ് കിട്ടാൻ വേണ്ടി തുടങ്ങി. 50 റിയാൽ അവന്റെ കയ്യിലേക്ക് വരണം. 50 റിയാൽ ഒരു ദിവസം. വാപ്പ കൊടുക്കുന്ന ചെലവിൽ നിന്ന് ഏറെ വാങ്ങിക്കാൻ തുടങ്ങിയവൻ 10th-ലെത്തിയപ്പോ, 10ാം ക്ലാസ്സിലെത്തിയപ്പോ കയ്യിൽ കാശ് കിട്ടി തുടങ്ങുമ്പോൾ മക്കൾക്ക് പൈസയുടെ വില അറിയാതെ വരും. 100ന്റെ കടലാസ്, അങ്ങനെ പറയാം, 100ന്റെ കടലാസ്, 500ന്റെ കടലാസ്, ഇതിന്റെ മൂല്യം എത്രയാണെന്ന് അവൻ അറിയില്ല. പെങ്ങളിൽ നിന്നൊരു 50 ഏറെ വാങ്ങാൻ തുടങ്ങി. ഉമ്മയിൽ നിന്ന്, ഉമ്മയെ പേടിപ്പിച്ചു വാങ്ങിച്ചു. ഉമ്മമാര് പിന്നെ വേഗം പേടിച്ചു കൊടുക്കും. അതാണ് അവ. സ്വന്തം ജന്മം നൽകിയ കുഞ്ഞുങ്ങളെ ഉമ്മമാര് പേടിക്കണ കാലാണ്. ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തിയ ഉമ്മയാണ്. ആ ഉമ്മയുടെ നെഞ്ചിൽ നിന്നാണ് അവന് പോഷണം കിട്ടിയത്. ഇതൊന്നും ചിന്തിക്കൂലല്ലോ. വളർന്നു വലുതാകുമ്പോ താൻ ആരോ ഒരാളായിട്ടുണ്ട്. തന്റെ ഉമ്മയെ മറന്നു പോകുന്നവർ. നല്ല സ്നേഹവും കരുണയുമുള്ള ഉമ്മമാർ, നല്ല ജഗജില്ലിയായ ഉമ്മമാർ വേറുണ്ടേ. മക്കൾ വെറും പൈസക്ക് മാത്രം പറഞ്ഞേക്കണ ഉമ്മമാരുണ്ട്. പൈസ അയച്ചാൽ മതി, ഓൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ ഇട്ടിയാൽ മതി. സുബ്ഹാനല്ലാഹ്. അങ്ങനല്ല. മയക്കുമരുന്നിന് അടിമയാകാൻ പോവുകയാണ് ഈ ചെറുപ്പക്കാരൻ. സ്കൂളുകളുടെ പരിസരങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പനകൾ നടക്കാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലാഹു ആലം. ഞാൻ പറയട്ടെ, നമ്മുടെ ബങ്കരക്കുന്നിന്റെ ഒരു ഭാഗത്തും നമ്മുടെ പരിസരത്ത്, നെല്ലിക്കുന്നിന്റെ പരിസര പ്രദേശങ്ങളിലോ, നമ്മുടെ കാസർഗോഡ് ടൗൺ അതിന്റെ പരിസര പ്രദേശങ്ങളാണ് ഇതൊക്കെ. വളരെ വൾനറബിൾ ആണ്. എപ്പോഴും ഏത് തിന്മയിലേക്കും ആക്സസ് കൂടും ടൗൺ ജീവിതമാകുമ്പോ. ഞാൻ പറയട്ടെ, ഒരു പോലീസോ പട്ടാളോ ഇടപെടുന്നതിന്റെ മുമ്പ് നാട്ടുകാരായ ചെറുപ്പക്കാർ, ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുക, നിയമത്തെ ഏൽപ്പിക്കുക. അവര് വരട്ടെ, ഇവര് വരട്ടെ, നിയമം ഇടപെടട്ടെ. നിങ്ങൾ കണ്ടില്ല അറിഞ്ഞില്ല എന്ന് നടിക്കരുത്. നിങ്ങൾക്കറിയോലോ, നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ 10ാം ക്ലാസ് സ്കൂളിലേക്ക് പോകും. +2 സ്കൂളിന്റെ മുമ്പിൽ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലെ പെട്ടിക്കടകളുടെ മറവില പ്രായമുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്താ വിൽക്കുന്നത്? മയക്കുമരുന്ന്, ഡ്രഗുകൾ കൊച്ചു മക്കൾക്ക് കൊടുക്കാൻ. അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയ മക്കൾ എത്രയാണ് നമ്മുടെ സദസ്സിലുണ്ടോ? അല്ലാഹു ആലം. നമ്മുടെ പരിസരത്ത് കാണില്ലേ? പിന്നെ അവർക്ക് ഇഞ്ചക്ഷൻ വെക്കാതെ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നില്ലേ? ഹാർട്ടും ലിവറൊക്കെ അടിച്ചു പോയില്ലേ? ശരീരം നശിപ്പിച്ചു, സ്വഭാവം നശിപ്പിച്ചു, ഈമാൻ നശിപ്പിച്ചു, കുടുംബത്തെ നശിപ്പിച്ചു, എല്ലാം തളർത്തു കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ മക്കൾക്ക് സൽബോധം കൊടുക്കട്ടെ. നാട്ടുകാരായ ആളുകൾ, ഇവിടുത്തെ ചെറുപ്പക്കാർ നല്ലവരാണ്, നന്മയെ സ്നേഹിക്കുന്നവരാണ്. അല്ലായിരുന്നെങ്കിൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ ഈ നേരം എത്തിപ്പെടില്ല, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ നന്മയുടെ വെളിച്ചമാണ്. ഇല്ലെങ്കിൽ വല്ല ഗാനമേള എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സദസ്സിലേക്ക് എത്തിയത് അള്ളാഹുവിനോട് സ്നേഹമുണ്ടായതിന്റെ പേര്. നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ദീനിനോടുള്ള ഹുബ്ബിരിക്കുന്നുണ്ട്. അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ഇടപെടാൻ കഴിയണം. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ കോർണറുകൾ, നമ്മുടെ അങ്ങാടി കവലകൾ നമുക്ക് അറിയാൻ പറ്റുന്നവയാണ് അതൊക്കെ. നിങ്ങൾക്കറിയാലോ അതൊക്കെ. ആരാണിത് വിൽപ്പന ചെയ്യുന്നത്, ആരാ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഒരു ദിവസം അങ്ങ് വാച്ച് ചെയ്ത് നിന്നിട്ടെങ്കിലും തിരക്കേടില്ല. അത്തരം ദുഷ്കർമ്മികളെ പിടിച്ചേ പറ്റൂ. ആ കൈകളെ നമ്മൾ പിടിക്കണം, നിയമത്തെ ഏൽപ്പിക്കണം. നിയമം കൈയാളണം എന്നല്ല പറയുന്നത്.
നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാ. നമ്മുടെ മക്കൾ നശിച്ചു പോകരുത്. ഇവന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. ആര് ചെയ്താലും നമ്മുടെ സ്കൂളുകൾ, ക്യാമ്പസുകൾ, കോളേജ് ക്യാമ്പസുകൾ വളരെ ഡേഞ്ചറാണ്. നല്ല അച്ചടക്കത്തിൽ പോയി പഠിച്ചു വരുന്ന എത്രയോ നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഹിജാബോടുകൂടെ ഇറങ്ങി കോളേജിൽ പോയി തിരിച്ചു വരുന്ന മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷേ കാസർഗോഡ് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തെ മെഡിക്കൽ കോളേജുകളിൽ, അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന, ഹിജാബ് ധരിച്ച് ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ, കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾ എറണാകുളത്ത് ഇറങ്ങി തങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആ പർദ്ദയും മുഖാവരണവും മുഴുവനും അഴിച്ചുവെച്ച് രാത്രികാലങ്ങളിൽ അവിടുത്തെ ക്യാമ്പസിലെ ചെറുക്കന്മാരോടുകൂടെ കറങ്ങുന്നത് എറണാകുളത്തുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സങ്കടം തോന്നുന്നുണ്ട് ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ പിടിച്ചിട്ടുണ്ട്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ. ആരാണ് ഈ മക്കളെന്നറിയോ? പർദ്ദ ധരിച്ചു വരുന്ന മക്കളാണ്. നമ്മുടെ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ. ഉമ്മ വിളിക്കും, കുഴപ്പമില്ലല്ലോ മോളെ, സുഖം തന്നെയല്ലേ? സുഖമാണ്. എന്ത് സുഖം? അവർ ഹറാം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴേ ആ പർദ്ദ അവരിടുന്നുള്ളൂ. ഒന്ന് അന്വേഷിക്കണം രക്ഷിതാക്കൾ. 50,000 ലക്ഷം കൊടുക്കണില്ലേ ക്യാമ്പസിലേക്ക്? ഒന്ന് പോയി നോക്കണം എന്റെ മോൾ എങ്ങനെയാ നടക്കുന്നത്. നമ്മുടെ മക്കൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോ വേദന തോന്നുന്നുണ്ട്. മുസ്ലിമീങ്ങളായ മക്കൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ, ബഹുഭൂരിപക്ഷം മുസ്ലിം കുടുംബത്തിലെ മക്കൾ പഠിക്കുന്ന കോളേജുകൾ മംഗലാപുരത്തുണ്ട്, ഇല്ലേ? ക്യാമ്പസുകളിൽ ആരാ കുരുത്തക്കേട് കളിക്കണതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഹൈന്ദവരായ മക്കൾ, ക്രിസ്ത്യാനികളായ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ മക്കൾ അച്ചടക്കത്തിൽ പഠിച്ചു പോരുന്നവരാ. ആരാ അവിടെ പോയി കാശി വിതറി പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അനാവശ്യങ്ങളും ഉണ്ടാക്കുന്ന ചോദിച്ചാൽ നമ്മുടെ സഹോദരങ്ങളല്ലേ, നമ്മുടെ മുസ്ലിമീങ്ങളല്ലേ സഹോദര? ആലോചിച്ചു നോക്കി. ഞാൻ ആഗ്രഹിച്ചു പോവാൻ, നമ്മുടെ മക്കൾ ഒരു ക്യാമ്പസിലേക്ക് എത്തിയാൽ അവിടുത്തെ ഗുരുത്തക്കേട് നമ്മുടെ മക്കളെ കൊണ്ട് നിൽക്കണം. നമ്മുടെ മക്കൾ ക്യാമ്പസ് നന്നാക്കണം. അവിടുത്തെ റാഗിങ്ങിനോ തോന്നിവാസത്തിനോ അല്ല നമ്മുടെ മക്കൾ. ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവിടെ നന്മ വരണം എന്ന ചിന്ത വേണം. അവിടെ പോയി കുതിര കളിക്കാനുള്ളതല്ല. നമ്മുടെ മക്കൾ എങ്ങനെയാ പഠിക്കുന്ന ആലോചിക്കും. രാത്രികാലങ്ങളിൽ ഓടുന്ന ബസ് റൂട്ടുകൾ, ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു ഈ വിഷയം. പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട്, ഗവൺമെന്റ് സർവീസുകൾ ബസ്സുകൾ ഓടുന്നുണ്ട്. കാസർഗോഡ് നിന്നും എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ബസ് ഓടുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന്, കുമളിയിൽ നിന്ന്, അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക്, മലയോരങ്ങളിലേക്ക് പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ട് രാത്രി. നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വേണ്ട പറയുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള പരിചയ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ ഓടുന്നുണ്ട്. ഈ അടുത്ത കാലം, കഴിഞ്ഞ മാസമാണ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ആ ബസ്സിൽ കയറി കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ കയറി. ബാക്ക് സീറ്റ് കാലിയാണ്. എന്റെ തൊട്ടു മുമ്പിൽ 3 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. രാത്രി ഓടുന്ന ബസ്സാണ്. കോഴിക്കോട് നിന്ന് 1 മണിക്ക് പോരുന്ന ബസ്. കോഴിക്കോട് സ്റ്റാൻഡിലെത്തുമ്പോൾ അവർ ലൈറ്റ് ഓൺ ചെയ്യും. ആ ബാക്ക് സീറ്റിൽ ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതിന് ഇപ്പുറത്തെ സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് കണ്ണൂർ ഇറങ്ങണം. ഈ ബസ് അങ്ങ് തളിപ്പറമ്പ് ഉള്ളോട്ട് പോകുന്ന ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. രാത്രി 1 മണി സമയം. സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യും. പ്രൈവറ്റ് ബസ്സുകളാണ്. പച്ചയായ ഹറാം. ബസ്സിലിരുന്ന് ഇരുമ്പിന് ജീവൻ വെക്കുകയാണ് വാഹനം എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ അനുമതിയില്ലെങ്കിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. വാഹനത്തിന്റെ വളയങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു നൽകുന്ന കഴിവാണ്, മനുഷ്യന്റെ കഴിവല്ല. അങ്ങനെ ദിക്ർ ചൊല്ലി യാത്ര ചെയ്യേണ്ട യാത്രയിൽ പച്ചയായ വ്യഭിചാരം തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇരുന്നൊരു പെൺകുട്ടി. എന്റെ സുഹൃത്ത് പറഞ്ഞു, ഇടക്കിടക്ക് കുട്ടിക്ക് ഫോൺ വരുന്നുണ്ട്, ഉമ്മ വിളിക്കുന്നുണ്ട്, മോളെ എവിടെ എത്തി? മോൾ പറയുന്നുണ്ട്, ഉമ്മ കൊയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല ഉമ്മ, കുഴപ്പമൊന്നുമില്ല. ഫോൺ കഴിഞ്ഞാൽ അവൾ തോന്നിവാസം ആരംഭിച്ചു. കൂട്ടുകാരനെ കൂടെ കയറ്റിയിരിക്കുകയാണ് ബസ്സിൽ. അവൻ എവിടെ നിന്നോ വരുന്നവൻ. വടകര എത്തി, ഉമ്മ വിളിക്കുന്നുണ്ട് നിരന്തരം, മോൾ എവിടെ എത്തി? വടകര എത്തി ഉമ്മ, തലശ്ശേരി എത്തി ഉമ്മ, കണ്ണൂർ എത്തി എന്ന് പറഞ്ഞപ്പോ എന്റെ സുഹൃത്തിനോട് ഇറങ്ങേണ്ടി വന്നു. പറയാൻ, നമ്മുടെ രാത്രികാലങ്ങളിൽ ഓടുന്ന ബസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ നൈറ്റ് യാത്ര പോകുന്ന ട്രെയിനുകളുടെ സ്ലീപ്പർ ക്ലാസുകളിലടക്കം മുസ്ലിമീങ്ങളായ ആളുകൾ തോന്നിവാസം ചെയ്യുന്നത് കാണുമ്പോ അന്ത്യനാളിന്റെ അലാമത്ത് നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണോ? നിർലേപം ലജ്ജയില്ലാതെ, ഒരൽപ്പം പോലും അള്ളാഹുവിനെ പേടിയില്ലാതെ, കൂടെയുള്ള സഹജീവികളെ പേടിയില്ലാതെ. അള്ളാഹുവിനെ പേടിക്കാത്തവന് മനുഷ്യനെ പേടിക്കാറുണ്ട്. ആ നാണം പോലും നഷ്ടപ്പെട്ട് ആഭാസം നടക്കുന്ന ലോകമാണിത്. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ്. ഇനി പ്രൈവറ്റിന്റെ കഥ പറയണോ? മനുഷ്യൻ കൊണ്ടുപോകുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും റിസോർട്ടുകളുടെയും കഥ പറയണോ? ഇവിടെയാണ് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് ഓർമ്മ വേണം. നിങ്ങൾ 4 ലക്ഷം കൊടുത്ത എന്റെ മകൻ ഡോക്ടറാണ്, മോളെ കെട്ടിയവൻ ഡോക്ടറാണ്, എന്റെ മകൾ എഞ്ചിനീയറാണ്. ഈ അഭിമാനത്തിന്റെ ഈ പറച്ചിലുണ്ടല്ലോ, നിങ്ങളുടെ മകൾ സമ്പാദിച്ചത് ഏത് സർട്ടിഫിക്കറ്റാണ്? തിന്മയുടെയും ഹറാമിന്റെയും സർട്ടിഫിക്കറ്റ് കൊത്തി നിറച്ചുകൊണ്ടാവണം ഒരു ക്യാമ്പസിൽ നിന്ന് അവർ ഇറങ്ങിപ്പോരുന്നത്. അള്ളാഹുവിനെ ഓർത്ത് രക്ഷിതാക്കളെ ഫോളോ അപ്പ് ചെയ്തോളൂ.
നിങ്ങൾ കാശ് കൊടുക്കുന്ന ATM ആയിട്ട് മാറണ്ട. നിങ്ങൾ ടെല്ലർ മെഷീനുകളല്ല. നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഇവർ ചെയ്യുന്നത്? ഒന്ന് പോയി ചോദിക്കേ. ഒരു സർപ്രൈസ് വിസിറ്റ് നിങ്ങളുടെ ക്യാമ്പസിലേക്ക് ചെല്ല്. മുസ്ലിമീങ്ങളായ മുസ്ലിം പെൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പഠിക്കുന്ന, മുസ്ലിമീങ്ങളായ ആളുകൾ പഠിക്കുന്ന ഇസ്ലാമികമായ ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ഒരു പരിശോധന നടത്തിയപ്പോഴാ നമ്മുടെ മുസ്ലിം കുട്ടികൾ, പെൺകുട്ടികൾ കിടന്നുറങ്ങുന്ന റൂമിന്റെ ഉള്ളിൽ നിന്ന്, ഉമ്മമാരിരിക്കുന്ന സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ പെൺകുട്ടികൾ കരുതി വെച്ചിരിക്കുന്ന സൂക്ഷിപ്പുകൾ ഗർഭധാരണമില്ലാതിരിക്കാൻ നമ്മുടെ കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതൊക്കെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം. എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ നിങ്ങൾ അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ്. നിങ്ങൾക്ക് അങ്ങനെ തൊട്ടിരുമിരിക്കാൻ പാടുള്ളതല്ല. രാജ്യത്തിന്റെ സെക്യുലർ നിയമമല്ല നമ്മൾ പറയുന്നത്, മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ നിയമമാണ്. ഇവിടെ മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ. മാനേജ്മെന്റുകൾക്ക് നിയമങ്ങൾ നടപ്പാക്കാനുള്ള അവകാശമുണ്ട്. മുസ്ലിം ആളുകൾ, രാഷ്ട്രീയക്കാർക്ക് പലതും പറയാൻ പറ്റും. വിവിധ സംഘടനകൾക്ക് പലതും വിളിച്ചു പറയാം. ഒരു മതത്തോടും ഒരു ആവിർഭാവവും ഇല്ലാത്ത ആളുകൾക്ക് പല ഡയലോഗുകളും പറഞ്ഞു വിടാൻ പറ്റും. ചാനലുകാർക്ക് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ചോദ്യത്തിന് മേൽ ചോദ്യവും ചെയ്ത് ഉത്തരം മുട്ടിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രായപൂർത്തിയായ ഒരു പെണ്ണും ഒരാണും ഒരുമിച്ചിരിക്കുന്നത് ഭൂഷണമല്ല, ശറഅ് അനുവദിക്കുന്നില്ല, പഠിക്കാനാണെങ്കിൽ പോലും. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. പത്രക്കാരനല്ല ഇവിടെ നിയമമുണ്ടാക്കേണ്ടത്, ചാനലുകാരനല്ല ഇവിടെ നിയമമുണ്ടാക്കേണ്ടത്, വാട്സപ്പിൽ കിടക്കുന്ന ഗ്രൂപ്പുകാരല്ല ഇവിടെ നിയമമുണ്ടാക്കേണ്ടത്. അള്ളാഹുവിന്റെ ശരീഅത്തുണ്ടായിരിക്കെ മുസ്ലിമീങ്ങൾക്ക് അത് അനുസരിക്കാൻ ബാധ്യതയുണ്ടല്ലോ. മുസ്ലിമീങ്ങളോട് പറയുകയാണ്, മുസ്ലിം ചെറുപ്പക്കാരോട് പറയാ, അല്ലാത്ത മതവിശ്വാസികൾ ഹാലള കണ്ട എന്റെ ഉമ്മത്തിനോട് എനിക്ക് പറയേണ്ടി വരും. മുസ്ലിം സഹോദരിമാർ ഗൈനക്കോളജിസ്റ്റുകളെ കാണിക്കുന്ന വിഷയം ശറഇന്റെ മസ്അല പറയുമ്പോൾ കോമരമിളകിയ ആളുകളുണ്ട് ഇവിടെ. മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ പച്ചയായ ഔറത്ത് അന്യ ആണുങ്ങളുടെ മുമ്പിൽ പോയി കാണിച്ചു കൊടുക്കണമെന്നാണോ ഈ സമത്വവാദികൾ വാദിക്കുന്നത്? മുസ്ലിമായ ഒരു പെണ്ണിന് അസുഖമുണ്ടെങ്കിൽ മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ അവർക്കാണ് മുൻഗണന. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? എന്താ കുഴപ്പം? ഈ പറയുന്ന ആളുകളുടെ ഭാര്യമാരെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ പോകുന്നവരാണോ ഈ വാദിക്കുന്നവർ? മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ഗൈനക്കോളജിസ്റ്റുകളെ തേടി പോകുന്നത് മാത്രമല്ല, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഔറത്ത് നോക്കപ്പെടുന്ന സ്ഥലമാണ്, അല്ലേ? അത് മുസ്ലിമത്തായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെയാണ് മുൻഗണന. ഇല്ലെങ്കിൽ മുസ്ലിമത്തല്ലാത്ത ഒരു പെണ്ണ്, ഇല്ലെങ്കിൽ മുസ്ലിമായ ഒരു പുരുഷൻ, ഇല്ലെങ്കിൽ അമുസ്ലിമായ ഒരു പുരുഷൻ. ഇതിന്റെ പേരിൽ വർഗീയത എന്ന് പറയരുത്. വർഗീയത എന്താണെന്ന് ആദ്യം പഠിക്കണം. ഇത് മുസ്ലിമിന്റെ നിയമമാണ്, മുസ്ലിമിന്റെ ശരീഅത്താണിത്. നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോടല്ല നമ്മൾ ഈ പറയുന്നത്, മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോടാണ്. നിങ്ങൾ ചാരിത്രശുദ്ധിയുള്ളവരാവണം. ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് വേശ്യാവൃത്തിയുടെ കണ്ണികളിൽ പെട്ടുപോയിരിക്കുന്നത്. ഇവരാണോ നാട്ടിൽ സംസ്കാരം പഠിപ്പിക്കേണ്ടത്? ഇവരാണോ ഇവിടെ നിയമം പഠിപ്പിക്കേണ്ടത്? ആരാണ് ഇവിടെ നിയമം നടത്തുന്നത്? ശരിയ ആരുടെ പണിയാണ്? മനുഷ്യന്മാർ നിയമം പറയാൻ തുടങ്ങിയാൽ മനുഷ്യന് തോന്നിയ പോലെ നിയമം പറയാൻ തുടങ്ങിയാൽ, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയണം, ഞാൻ ചിന്തിക്കുന്ന ഇവിടെ നടക്കണമെന്ന് പറയാൻ തുടങ്ങിയാൽ ഇവിടെ സോഷ്യൽ അനാർക്കി ഉണ്ടാകും. സാംസ്കാരികമായ അധപ്പതനം ഇവിടെ സംഭവിക്കും. അതില്ലാതിരിക്കാൻ അള്ളാഹുവിന്റെ ദീൻ, മുസ്ലിമായി ജനിച്ച ഒരാൾക്ക് ശറഇന്റെ നിയമം അറിയൽ ആവശ്യമാണ്. മുസ്ലിമീങ്ങളോടാണ് നമ്മൾ പറയുന്നത്. ആരും അതിന് ഹാലകേണ്ട ആവശ്യമില്ല, ആരും അതിനെ കൊഞ്ഞനം കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു സമൂഹത്തിന് അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അവകാശമുണ്ട്. പഠിപ്പിക്കേണ്ട ആവശ്യം അതിൽ പണ്ഡിതന്മാരായ, ദാഴികളായ, പ്രബോധകന്മാരായ ആളുകളുടെ ബാധ്യതയുമാണ്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 10 വയസ്സ് കഴിഞ്ഞ മകൻ മയക്കുമരുന്നിന് അടിമയായിരിക്കുകയാണ്. അവന് പിന്നെ കാശ് വേണം. ഉമ്മയോട് ചോദിക്കുന്ന എക്സ്ട്രാ കാശ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാർ ചോദിച്ചു അവനോട്, എടോ നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടണ്ട. മയക്കുമരുന്നിന്റെ ഗ്യാങ്ങുകൾ ഉണ്ടാവും, ഗാങ്സ്റ്റേഴ്സ്, സ്ട്രീറ്റ് ഗാങ്സ്റ്റേഴ്സ് കാണും പല നഗരങ്ങളിലും. നമ്മുടെ നാട്ടിലൊന്നും അതൊന്നും ഇല്ല എന്ന് വിചാരിക്കട്ടെ. യൂറോപ്യൻ നാടുകളിലും ആഫ്രിക്കൻ ടൗണുകളിലുമൊക്കെ ഗാങ്സ്റ്റേഴ്സ് ഭരിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ കൊള്ള സംഘങ്ങളെ പോലെ അവരാണ് സ്ട്രീറ്റുകൾ ഭരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നഗരങ്ങളെ, നമ്മുടെ ഗ്രാമങ്ങളെ, നമ്മുടെ ഓണങ്കേറ മൂലകളെയൊക്കെ സർവ്വതിന്മയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ അദാബ് വരാതിരിക്കാനാ നമ്മൾ ഇടപെടുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷ വരാതിരിക്കാനാ. ഈ സമൂഹത്തിൽ നന്മ വേണം, മനുഷ്യർ മനുഷ്യരായി ജീവിക്കണം. മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിമായി ജീവിച്ചാൽ ഇവിടെ ആർക്കും പേടിക്കേണ്ടതില്ല. മുസ്ലിം തീവ്രവാദിയല്ല, മുസ്ലിം ആരെയും ആക്രമിക്കുന്നവനല്ല, മുസ്ലിം ആരെയും ഉപദ്രവിക്കാൻ പഠിച്ചവനല്ല. കാരുണ്യവാനായ അള്ളാഹുവിന്റെ, കരുണാമയനായ തിരുനബിയുടെ സന്ദേശമാണ് മുസ്ലിമീങ്ങൾ പഠിക്കുന്നത്.
അത് മാത്രമാണ് ഇവിടെ നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ പേരിലൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. സഹോദരങ്ങളെ, 12ാം ക്ലാസ്സിലേക്ക് മാറുകയാണ് ഈ കുട്ടി, ചെറുപ്പക്കാരൻ. എന്റെ കൂട്ടുകാർ പറഞ്ഞു, മോനെ, സുഹൃത്തെ, നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നിന്റെ വാപ്പാക്കെമ്പാടും കാശുണ്ടല്ലോ, വാപ്പയുടെ കാശ് നിനക്ക് എടുത്തൂടെ? എങ്ങനെ? നിന്റെ വാപ്പയുടെ അനന്തര സ്വത്തടോ, എന്റെ വാപ്പയെ കൊല്ലേ. ഡയറക്റ്റ് കൊല്ലണ്ട, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തേക്ക്. മക്കൾ പറഞ്ഞു. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത്. വാപ്പയെ കൊല്ലുമ്പോൾ പറഞ്ഞു, വാപ്പയെ കൊല്ലാൻ പറ്റൂലല്ലോ. കൂട്ടുകാർ പറഞ്ഞു, നിനക്ക് മയക്കുമരുന്ന് അടിക്കണോ, നിനക്ക് ഞങ്ങൾ കാശ് തരില്ല, നീ തന്നെ കൊണ്ടുപോവാ. വാപ്പയെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തോളൂ എന്നായി പഠിപ്പിക്കുന്നത് കൂട്ടുകാരല്ലേ നശിപ്പിക്കുന്നത്, കൂട്ടുകാരല്ലേ പലരെയും നന്മയിലേക്ക് വിളിച്ചത്, അതേപോലെ കൂട്ടുകാരല്ലേ പലരെയും തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല കൂട്ടുകാരെ അള്ളാഹു കൂട്ടുകാരായി നൽകട്ടെ. അവര് വഴിപിഴച്ചു പോവാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാപ്പ വീട്ടിൽ കറന്റ്, ഇലക്ട്രിസിറ്റി കട്ട് വന്നപ്പോ വാപ്പ കറന്റ് നന്നാക്കുകയാണ്, വയറെടുത്ത് നന്നാക്കുകയാണ്. എന്തോ കടിച്ചു പിടിച്ചു. ഈ മകൻ ജലിപറേറ്റി, മകന്റെ മനസ്സിലുണ്ട് വാപ്പയെ ഒന്ന് കൊന്നുകളയണം, എങ്കിൽ വാപ്പയുടെ അനന്തര സ്വത്തെടുക്കാം. ഇസ്ലാമിന്റെ ശരീഅത്ത് പ്രകാരം വാപ്പയെ ഒരാൾ കൊന്നാൽ ആ മകന് അനന്തര സ്വത്തിൽ 5 പൈസ പോലും കിട്ടില്ല. വാപ്പയെ കൊലപാതകം ചെയ്തതാണെങ്കിൽ കിട്ടൂലാന. യുഹറം, അവന്റെ അനന്തര സ്വത്ത് നിഷേധിക്കപ്പെടും. ഈ കുട്ടി +2 പഠിക്കുന്ന കുട്ടിയാണ്. ഇത് നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വാപ്പ കരണ്ട് നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവൻ ഫീസ് പോയിട്ട് വെച്ചു. വാപ്പ ഷോക്കേറ്റ് വീഴുകയാണ്. വാപ്പ മരിച്ചിട്ടില്ല, തലക്കടിയേറ്റ് ഗുരുതരമായ തലക്ക് ബ്ലഡ് ക്ലോട്ട് സംഭവിച്ചു. വാപ്പ ഒരു ഭാഗം കുഴഞ്ഞു പോയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വീട്ടുകാരൊക്കെ പേടിച്ചു. ഇവനും അഭിനയിച്ചു, വാപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. വാപ്പയുടെ ഒരു ഭാഗം കുഴഞ്ഞു പോയിരിക്കുകയാണ്. വാപ്പയുടെ ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാപ്പ പക്ഷേ മരിച്ചിട്ടില്ല, ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ആഴ്ചകളായി, മാസങ്ങളായി വാപ്പയെ കൊണ്ട് മകൻ തോറ്റു. ഡോക്ടറെ അടുത്ത് രാവിലെ അപ്പോയിന്റ്മെന്റ്, നാളെ വൈകിട്ട് അപ്പോയിന്റ്മെന്റ്, മറ്റന്നാൾ രാവിലെ, മറ്റന്നാൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക്, ഇങ്ങനെ നിരന്തരം വാപ്പയെ കൊണ്ട് നടന്നപ്പോ ആരോ പറഞ്ഞോടോ, വാപ്പയെ കൊണ്ട് നീ കുഴങ്ങിയില്ലേ, ഇങ്ങനെ വെച്ച് നിൽക്കണോ, വാപ്പയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വാപ്പയുടെ കണ്ണ് പരിശോധിക്കണം. ഡോക്ടർ പറഞ്ഞു, നാളെ വാപ്പയെ കൊണ്ടുവരുമ്പോ കണ്ണിലുറ്റിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, ഞാൻ എഴുതിത്തരാം, അത് വാപ്പയുടെ കണ്ണിൽ അരമണിക്കൂർ മുമ്പ് ഒഴിക്കണം. എന്നിട്ട് എന്റെ മുമ്പിലേക്ക് നമുക്ക് ഐ ടെസ്റ്റ് ചെയ്യണം, വാപ്പയുടെ കണ്ണിന്റെ ഡെവലപ്മെന്റ് ഒന്ന് പരിശോധിക്കാൻ. ആട്ടെ, വാപ്പയെ കാറിലിരുത്തി, ഫ്രണ്ട് സീറ്റിൽ വാപ്പയെ ഇരുത്തി മകൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വാപ്പയുടെ കണ്ണിലുറ്റിക്കേണ്ട ലിക്വിഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞെടുത്തതോ, അത് മാറ്റിയിട്ട് കണ്ണ് ബേൺ ചെയ്യുന്ന, ഉരുകി ഒലിക്കുന്ന ആസിഡ് ഉണ്ട്, അത് നീ കുത്തി നിറക്ക. അത് ഈ കുപ്പിയിൽ മരുന്ന് ഒഴിച്ചു മാറ്റി അതിൽ ആസിഡ് നിറച്ചിരിക്കാൻ. കയ്യിലേക്ക് ഒഴിച്ചാൽ കയ്യിന്റെ അടിഭാഗത്തുകൂടെ ഒലിച്ചു വരുന്ന ആസിഡുകളുണ്ട്. ലാബുകൾ പരിശോധിക്കുന്നവർക്ക് അറിയാൻ പറ്റും, കെമിസ്ട്രി പഠിക്കുന്ന മക്കൾക്ക് അറിയാൻ പറ്റും. സിഗ്നൽ നിർത്തിയപ്പോ വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞാനൊരു കാര്യം മറന്നുപോയി. എന്തു മോനെ? വാപ്പ വിഷമിച്ചുകൊണ്ടായി ചോദിക്കുന്നത്. വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന വാപ്പയാണ്. വാപ്പയുടെ കണ്ണിൽ മരുന്നുറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധൃതി പിടിച്ച് ഇറങ്ങിയപ്പോ എനിക്ക് ഓർമ്മ വന്നില്ല. വാപ്പ ഹോസ്പിറ്റലിൽ എത്താറായല്ലോ. ഈ സിഗ്നൽ കിടക്കുമ്പോ വാപ്പ ഒന്ന് സീറ്റ് ഒന്ന് ചരിച്ചു വെച്ചാൽ ഞാൻ കണ്ണിൽ ഒഴിച്ചു തരാം. വാപ്പ കടന്നു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട മകൻ ഇത് ചെയ്യുമെന്ന് വാപ്പ വിചാരിച്ചിരിക്കില്ല. പ്രിയപ്പെട്ട മകൻ കണ്ണ് കരിഞ്ഞു പോകുന്ന ഈ പണി ചെയ്യുമെന്ന് വാപ്പ ഒരിക്കലും നനച്ചിരിക്കില്ല. ഈ മകന് വേണ്ടിയാണ് വാപ്പ കഷ്ടപ്പെട്ടത്. അവനെയാണ് ഏറ്റവും മുന്തിയ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തത്. പക്ഷേ മകന്റെ നിസ്കാരം വാപ്പ നോക്കിയിട്ടില്ല. മകൻ അല്ലാഹുവിനെ പറ്റിയുള്ള ബോധം വാപ്പ കൊടുത്തിട്ടില്ല. മകനെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വാപ്പയുടെ കണ്ണിലേക്ക് ഒഴിച്ചു ഈ ലിക്വിഡ്. പിന്നെ പറയണോ എന്ത് സംഭവിച്ചു എന്ന്? വാപ്പയുടെ കണ്ണ് ഉരുകി ഒലിച്ചിരിക്കുകയാണ്. നിലവിളിച്ച് പെടപിടച്ച് ആ സീറ്റിൽ പെടപിടച്ച് വാപ്പ കരഞ്ഞ് പെടക്കുമ്പോ ഒരു ഭാഗം മുഴുവനും പാരലൈസ് ആയി കിടക്കുന്ന വാപ്പയാണ്, ഒരു ഭാഗമാണ് വർക്ക് ചെയ്യുന്നത്. ആ ശരീരത്തിന്റെ ഭാഗം കാലിട്ടടിച്ച് അറിയാതെ പെട്ടെന്ന് ഡോറിന്റെ വാതിൽ, കാറിന്റെ ഡോർ തുറന്നുപോയി. വാപ്പ സിഗ്നൽ ഓൺ ആയതും മകൻ വണ്ടി ഫോർവേഡ് എടുത്തപ്പോഴേക്കും വാപ്പ ഈ മരണവെപ്രാളത്തിന്റെ പിടുത്തത്തിൽ ഡോർ തുറന്ന് വാപ്പ താഴേക്ക് വീഴുകയാണ്. തൊട്ട് പിറകിൽ വന്നൊരു വാഹനം വാപ്പയുടെ ദേഹത്തുകൂടെ കയറി ഇറങ്ങി. ഓൺ ദ സ്പോട്സ് ആ വാപ്പ മരിക്കുകയാണ്. മകൻ വാഹനം നിർത്തി ഓടി വന്ന് എന്തോ ഒരു ഹിസ്റ്റീരിയ സംഭവിച്ച പോലെ, എന്റെ വാപ്പാക്ക് എന്ത് പറ്റി, ആരാണ് എന്റെ വാപ്പയെ വാഹനം കയറ്റി കൊന്നത് എന്ന ഭാവേന അവൻ അഭിനയിക്കാൻ തുടങ്ങി. അതൊക്കെ നന്നായി അറിയുന്ന ചില അറബികളുണ്ട്, നന്നായി അഭിനയിക്കാൻ പറ്റും. വാപ്പയുടെ ശരീരം ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്, ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഇവിടെ
വാപ്പയെ ഷോക്കടിപ്പിച്ചവൻ, വാപ്പയുടെ കണ്ണിൽ ആസിഡ് ഒഴിച്ച് വാപ്പ കാറിന്ന് തെന്നി വീണ് റോഡിൽ വാഹനം കയറി മരിച്ചിരിക്കുകയാണ്. അവൻ അഭിനയിച്ചു. പോലീസുകാർ അവനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കഥയുടെ ചുരുളഴിയുന്നത്. വാപ്പയെ കൊല്ലാൻ വേണ്ടി ഇവൻ ചെയ്ത ഫലങ്ങളായിരുന്നു, ശ്രമങ്ങളായിരുന്നു. എന്തിനാണ് ഇതൊക്കെ എന്നറിയോ? മയക്കുമരുന്നടിക്കാൻ കാശ് കിട്ടാത്തതിന്റെ പേരിൽ, തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ വാപ്പ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ. സ്വന്തം വാപ്പയോട് ഇങ്ങനെ പെരുമാറുന്ന മക്കളെയാണോ സഹോദര സഹോദരി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതല്ല. ഇദാ മാതൽ അബ്ദു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ 3 വിഷയങ്ങളല്ലാതെ മറ്റെല്ലാം അവസാനിച്ചു. മനുഷ്യന് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയില്ല, തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല, സ്വലാത്ത് ചൊല്ലാൻ ചുണ്ടുകൾക്ക് അനക്കാൻ സാധ്യമല്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് മരണം ആസന്നമായി കഴിഞ്ഞാൽ കണ്ണുകൾ പോലും ഒന്ന് ചിമ്മാൻ കഴിയില്ലല്ലോ. അത് കൂടെ നിൽക്കുന്ന ആളുകൾ അടച്ചു കൊടുക്കണ്ടയോ? മയ്യത്തിനെ കുളിപ്പിക്കണമെങ്കിൽ മയ്യത്തിന് പറയാൻ കഴിയില്ല, നിങ്ങൾ ആരും എന്റെ ഔറത്ത് കാണണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കുളിച്ചു വന്ന് കടന്നു തരാം. മയ്യത്തിന് പറയാൻ കഴിയില്ലല്ലോ. ഇദാ മാതൽ അബ്ദു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 വഴിയിലൂടെ അല്ലാതെ മനുഷ്യന് ഇനി കർമ്മങ്ങളില്ല. 3 വഴികൾ എപ്പോഴും ബാക്കിയുണ്ട്. നിങ്ങളായിട്ട് ചെയ്യാത്തത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാത്തത്, മരണശേഷവും നിങ്ങളുടെ ഖബറിലേക്ക് നിങ്ങൾക്ക് വരുന്ന അക്കൗണ്ടുകളാണ്, നിങ്ങൾക്ക് വരുന്ന വരുമാനങ്ങളാണ് എന്ന് മുത്തനബി പറഞ്ഞത്. സ്വദഖത്തുൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വതക്ക, ഒരുപാട് കാലം ഭൂമിയിൽ ആളുകൾക്ക് ഉപകാരമെടുക്കാൻ കഴിയുന്ന സ്വതക്ക. പിന്നെ പറഞ്ഞു ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ആർക്കെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ ആ നല്ലത് ലോകത്ത് ആരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത്രയും കാലം ഖബറിലേക്ക്. മൂന്നാമത്തേത് പറഞ്ഞു ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മക്കൾ എന്നല്ല പറഞ്ഞത്, സ്വാലിഹിൻ സ്വാലിഹായ മക്കൾ. യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ മരണശേഷവും കിട്ടുന്ന പ്രതിഫലമാണ്. മുത്തനബി പറഞ്ഞുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന അബ്ദൻ യുർഫഉ ഫിൽ ജന്നതി ദറജാത്ത്, സ്വർഗ്ഗത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ അല്ലാഹു ഒരാൾക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അപ്ഗ്രേഡ്, പെട്ടെന്ന് പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ വളരെ പെട്ടെന്ന് സ്വർഗ്ഗത്തിന്റെ ലെവലുകളിൽ നിന്ന് ഉയർന്ന ലെവലുകളിലേക്ക് അല്ലാഹു ഉയർച്ച കൊടുക്കുമ്പോൾ ആ അടിമ ചോദിക്കുന്നു, യാ റബ്ബി, എന്റെ റബ്ബേ, ബിമ റഫഅതനി ഹാദിഹി ദറജത റഫീഅ, ആരാണ് അല്ലാഹുവേ, എന്താണ് നീ എന്നെ ഇങ്ങനെ ഉയർത്താൻ കാരണം? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ മരിച്ചു വന്ന് നീ എന്നെ സ്വർഗത്തിലേക്ക് കടത്തി തന്നു. ആ സ്ഥാനത്ത് നിന്ന് പിന്നെയും നീ എനിക്ക് ഗ്രേഡുകൾ തരുന്നുവല്ലോ. നിബിധങ്ങൾ പറയാറുണ്ട്, ഇന്നൽ ജന്നത മിഅതു ദറജ, സ്വർഗം 100 ലെവലുകളാണ്. 100 തട്ടുള്ള ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കരുത്. മാ ബൈന കുല്ലി ദറജതൈനി മാ ബൈന അസ്സമാഇ വൽ അർള്, ഓരോ ലെവലിന്റെയും ഇടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ്. 200 കോടി പ്രകാശവർഷം എന്നൊക്കെ സയന്റിസ്റ്റുകൾ പറയുന്ന കണക്ക് നമുക്കൊന്ന് അനുമാനിക്കാൻ കഴിയും. എന്തായിരിക്കും സ്വർഗത്തിന്റെ വ്യത്യാസം? ഓരോ ലെവലും ഭൂമിയിൽ നിന്ന് 1ാം ആകാശത്തേക്കുള്ള ലെവലിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ 100 തട്ടുകളാണ് സ്വർഗമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ചോദിക്കുന്നു, ബിമ റഫഅതനി ഹാദിഹി ദറജ, എന്തുകൊണ്ടാണ് അല്ലാഹുവേ നീ എന്നെ ഉയർത്തി തന്നത്? അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഹാദാ ബിദുആഇ വലദിക സ്വാലിഹി ലക മിൻ ബഅദിക, നിന്റെ മരണശേഷം നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാക്ക് പിന്നെ ദുആയില്ല, അത് ശിർക്ക്, കുഫർ. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പിന്നെ ഖുർആൻ ഓതണ്ട. വാപ്പയുടെ മയ്യിത്ത് എടുക്കുമ്പോൾ അവിടെ തഹ്ലീൽ വേണ്ട. വാപ്പയുടെ മരണശേഷം ഒരു നന്മയും വാപ്പാക്ക് വേണ്ടി ചെയ്യേണ്ട കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വാപ്പയുടെ മരണശേഷം സ്വന്തമായി ദുആ ചെയ്യാൻ സാധിക്കാത്തവരെ, അതിനെ സൗകര്യപ്പെടാത്തവർ, അല്ലെങ്കിൽ എന്നെക്കാളും ജീവിത വിശുദ്ധിയുള്ള ആളുകൾ എന്റെ വാപ്പാക്ക് വേണ്ടി ദുആയിരക്കട്ടെ എന്ന് പറഞ്ഞ് വാപ്പ മരിച്ച ആ ദിവസമാകുമ്പോ, വാപ്പയുടെ അനുസ്മരണം വരുമ്പോ, വാപ്പയെ ഓർക്കുമ്പോഴൊക്കെ ആരെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത്, ഒറ്റക്ക് ദുആ ചെയ്യുന്നത്, താനും ഭാര്യയും മക്കളും ഇരുന്ന് ആമീൻ പറയുന്നത്, എങ്ങനെയെങ്കിലും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, ദുആ ചെയ്യിപ്പിച്ചാൽ, മാതാപിതാക്കളുടെ പേരിൽ നന്മ ചെയ്താൽ, അത് കാരണം സ്വർഗത്തിൽ അവരുടെ സ്ഥാനങ്ങൾ അല്ലാഹു ഉയർത്തുകയാണ്. നിങ്ങൾ ചെയ്ത കർമ്മം കൊണ്ടല്ല ഞാനിത് തരുന്നത്. നിങ്ങളുടെ മക്കൾ, നല്ല മക്കൾ, നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദുആഇന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ ഉയർച്ചയെന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മക്കളാണോ വേണ്ടത്? ഏത് തരത്തിലുള്ള മക്കളാണ്? അല്ലാഹു നമുക്ക് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ.
അവര് അല്ലാഹു ഖൈർ തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആ സ്വലാത്ത് ഉറക്കെ പഠിച്ചില്ലേ? ഉറക്കെ ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. നിങ്ങളൊന്ന് ഉറക്കെ 2 സ്വലാത്തും കൂടെ ചൊല്ലി. അല്ലാഹുമ്മ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവർക്ക് കുടിക്കാൻ വെള്ളമൊന്നുമില്ല റബ്ബി? ഉണ്ടോ? പൈസ ഒക്കെ ഫ്രീ ആയിട്ടോ? ഫ്രീ തന്നെ, അൽഹംദുലില്ലാഹ്. അല്ലാഹ് അങ്ങനെ തന്നെ വേണ്ടത്. ഇവരൊക്കെ നമ്മുടെ അതിഥികളാണ് അല്ലേ? ഇവരെ നമ്മൾ വിളിച്ചെത്തിയല്ലോ, നമ്മൾ അറിയിപ്പ് കൊടുത്ത് ഓല് എത്തിയതാണ്. അൽഹംദുലില്ലാഹ്. നാളെ ആർക്കെങ്കിലും വെള്ളം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ സ്പോൺസർ ചെയ്യല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നാളെ സർവത്തൊക്കെ ഉണ്ട്. റബ്ബേ നാളെ കുറച്ച് ഗ്ലാസ് ഏറെ വെച്ചോളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറിലാക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കി. ഇപ്പോഴേ സമയം ഇനി വൈകിക്കൂടാ, നാളെ ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആയുസ് ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ. 11:30 ബാക്കി കാര്യം നാളെ പറയാം അല്ലേ? നല്ലത്. പുസ്തകം കുഴങ്ങിയാൽ പിന്നെ നാളെ അതില്ലെങ്കിലോ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ 9:15 തുടങ്ങിയില്ലേ? 6 മണിക്കൂർ പറയണേ. ഈ വേദ വരണ ഉസ്താദ്മാരോട് തീരെ ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല സംഘാടകർക്ക്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടായത് വരും. ഓർക്ക് ഈ പരിപാടി നടന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉസ്താദ് മരിച്ചാലും കുഴപ്പമില്ല, ഈ പരിപാടി അത്രേ ഉണ്ടാവുള്ളൂ. ഇനി മൂപ്പർക്ക് ജീവൻ വേണമെന്നോ ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നോ അതൊന്നും നോക്കൂല. നമ്മൾ വളരെ വേണ്ടപ്പെട്ട സ്നേഹിതനാട്ടോ. അതുകൊണ്ട് ഞാൻ തമാശ പറയാൻ, അത് ഇത്രയും പരിപാടിയൊക്കെ ഇങ്ങനെയൊക്കെ സജ്ജീകരിക്കുമ്പോൾ അതിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഷമം അവർക്കറിയാം. ഇതൊക്കെ ആക്കിയെടുക്കാനുള്ള വിഷമേ. അപ്പൊ അതുകൊണ്ട് അതൊരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാൻ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. മഴയുടെ ഒരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും അല്ലാഹു നമുക്കൊരു ആശ്വാസം തന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആഇനെ അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു സ്വലാഹിനെ തരട്ടെ, നന്മയെ തരട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ലോക പ്രശസ്തനായ ഒരു പണ്ഡിതൻ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവർ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അല്ലാമ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി തങ്ങളുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കൺറ്റംപററിയാണ്, അവിടുത്തെ സഹകാലക്കാരനാണ്. അവരുടെ മക്കളെ വളർത്തിയത് വല്ലാത്തൊരവസ്ഥയിലാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, ഒരു മസ്അല ചോദിച്ചു. യാ ഇമാം, ഇമാം അവറുകളെ, ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ശിആ വിശ്വാസികളായ കുറച്ചാളുകളുണ്ട്. അവര് മുഹറത്തിന്റെ സമയത്ത് ചില ആഘോഷ പരിപാടികളൊക്കെ നടത്തുമ്പോ അവരുടെ വീടിന്റെ മുകളിൽ വിളക്കുകൾ അലങ്കരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് ആ അലങ്കാരത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങൾ നെയ്ത്തുകാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ വെളിച്ചത്തിൽ തുണി നെയ്തെടുക്കാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് ഹലാലാണോ? അത് ഞങ്ങളുടെ വെളിച്ചമല്ല, അയൽവാസികളുടെ വെളിച്ചമാണ്, അതിൽ ഞങ്ങൾക്ക് നെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്തോരം വല്ലാത്ത ചോദ്യല്ലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സന്ദർഭങ്ങൾക്കനുസരിച്ച് ആലിമീങ്ങൾ മറുപടി പറയും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് ഇവിടെ. അമ്മ അൻസി, നിങ്ങൾ ആരാണ് മോളെ? നിങ്ങൾ ആരാണ്? അന ബിൻതു ബിശ്റുൽ ഹാഫി, ഞാൻ ബിശ്റുൽ ഹാഫിയുടെ മോളാണ്. ബിശ്റുൽ ഹാഫി എന്ന മഹാന്റെ മോളാണോ? മോൾ ഇത് ചെയ്യണ്ട. ഇത് ജായിസാണോ അല്ലേന്ന് ചോദിച്ചാൽ ജായിസാണെന്നാണ്. പക്ഷേ മോൾ ഇത് ചെയ്യണ്ട, മോൾക്കിത് പറ്റൂല. നമ്മുടെ നാട്ടുകാരൊക്കെയാണെ അപ്പൊച്ചപ്പാടുണ്ടാക്കും. ഹലാലിപ്പ് എന്തേ ഹറാമെന്ന് പറഞ്ഞത് അത് ആഘോഷിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ സാഹചര്യത്തിന് മറുപടി കൊടുക്കുന്നത്, മഹദി അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്, നിങ്ങളത് ചെയ്യണ്ട, നിങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ട ഉപ്പയാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സംബന്ധിച്ച് വലിയ മതിപ്പാണ്. അങ്ങനെ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു,
ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, മിൻ അകാബിരി സുഹാദ്, സാഹിദീങ്ങളിൽ പ്രമുഖനാണ് ബിശ്ർ റളിയല്ലാഹു അൻഹു. പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബലേ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള ആളൊക്കെ വലിയ മഹാൻ തന്നെ. പക്ഷേ നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കുറെ കാലം മക്കളുടെ പിന്നാലെ നടന്നില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നൊക്കെ എത്രയോ ഇൽമു ഞങ്ങൾക്ക് എത്രയേ പഠിക്കാനുണ്ടായിരുന്നു, എത്ര ഞങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ കിട്ടുമായിരുന്നു. നിങ്ങൾ എന്തേ കല്യാണം കഴിച്ച് ഇങ്ങനെ കൂടിയത് എന്ന് ചോദിച്ചു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എന്റെ മക്കൾ രോഗികളാകുമ്പോ ഞാൻ അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത്, ഡോക്ടറെ കാണിക്കുന്നത്, എന്റെ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത്, അതാണോ രാത്രികാലത്തെ സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും പുണ്യം? നിങ്ങൾക്കറിയുമോ മുത്തുനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓരോരുത്തരും ചെലവഴിക്കുന്ന സമ്പാദ്യത്തിൽ ഏറ്റവും പുണ്യമായത് സ്വന്തം കുടുംബത്തെ, മക്കളെ നോക്കാൻ ചെലവഴിക്കുന്നതാണ്. അതുമാത്രമല്ല, വല്ലാഹി ലബുകാഉ വലദി ബൈന യദൈ യുരീദു കിസ്റത ഖുബ്സ്, ഒരു റൊട്ടി കഷ്ണം വേണം വാപ്പ, എനിക്ക് ഭക്ഷണം വേണം വാപ്പ എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ എന്റെ കുഞ്ഞ് വാവിട്ട് കരയുന്ന ആ ഒരു കരച്ചിലാണ് അഹബ്ബു ഇലല്ലാഹ് മിൻ സിയാമി സനത്തിൻ കാമില, ഒരു പൂർണ്ണമായ ഒരു വർഷം സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം തന്റെ കുഞ്ഞ് ഭക്ഷണം വേണം വാപ്പ എന്ന് വാപ്പയുടെ കൈ പിടിച്ച് കരയുന്ന ആ കരച്ചിലിന്റെ ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ വളർത്തുന്നത്, അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, അവർ നല്ലവരാവാൻ കഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് മാത്രല്ല, അള്ളാഹുവിനെ എത്രയും ഇഷ്ടപ്പെട്ടതാണ്, വലിയ അമലാണ്, ഭയങ്കര കൂലിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹിൽ വന്ന ഹദീസ് അല്ലയോ, നഫഖത്തുർ റജുലി അലാ അഹ്ലിഹി യഹ്തസിബുഹാ സദഖ, നഫഖത്തുർ റജുലി അലാ അഹ്ലിഹി യഹ്തസിബുഹാ സദഖ. ഒരു മനുഷ്യൻ തന്റെ മക്കളെ വളർത്താൻ വേണ്ടി അള്ളാഹുവിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത് സ്വദഖത്തുൻ, സ്വദഖയാണ്. അള്ളാഹുവിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വദഖയാണ്. മഹാനായ അല്ലാമ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ ഫത്ഹുൽ ബാരിയിൽ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, വഫീ ഹാദാ തൻബീഹ്, ഇതിൽ മനസ്സിലാക്കാനുണ്ട് അലാ അഹമ്മിയത്തുൽ ഇഹ്തിസാബ്, അല്ലാഹുവിൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്ന ഒരു പാഠം ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം ആരാണ് മക്കൾക്ക് ചെലവഴിക്കാത്തത്? ഫഇന്ന ബഅദന്നാസി യഫഅലു ദാലിക വയൻസാ, എത്രയോ ആളുകൾ മക്കൾക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നവരാ, അവർക്ക് വിസ എടുത്ത് കൊണ്ടുപോകുന്നവരാണ് ചിലരൊക്കെ. അവർക്ക് നാട്ടിൽ ഏറ്റവും നല്ല സ്കൂളിംഗ്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല അക്കോമഡേഷൻ, ഏറ്റവും നല്ല ഫുഡ്, ഇതെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷേ അള്ളാഹു കൂലി തരും എന്ന് മറന്നുപോകും. അങ്ങനെ മറന്നാൽ ഈ കൊടുത്ത കാശൊക്കെ വേസ്റ്റാണ്, കൂലി കിട്ടൂല. യഹ്തസിബുഹാ, ഇബ്നു ഹജർ തങ്ങൾ പറയാൻ, നബി തങ്ങൾ പറഞ്ഞ ആ വാക്ക് ശ്രദ്ധിക്കണേ, അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചു കൊടുത്താൽ ഇതൊക്കെ ഭയങ്കര കൂലിയാണ്. ഒരു കല്യാണത്തിന് എത്രയാ മനുഷ്യന്മാര് പൊടിപൊടുക്കുന്നത്? ഒരു കുട്ടിയുടെ അഖീഖത്ത് ഇറക്കാൻ അതൊക്കെ ഒന്ന് ഭയങ്കര മത്സരമാണല്ലോ. അവിടെ 1 കിൻഡൽ, എന്നാ പിന്നെ എന്റെ കുട്ടിക്ക് 2 കിൻഡൽ. അള്ളാഹിന് കൂലി കിട്ടാനല്ല ഇപ്പൊ ചെയ്ത്, നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി. നാട്ടുകാർ ഇപ്പൊ ഞെട്ടണില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടിക്കൂട്ടാന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. മനുഷ്യന്മാര് വലിയ ഇറച്ചിപ്പൊതിയൊക്കെ വാങ്ങിച്ചു പോകും, ഒരു പറയും ഇത് വെറുതെ ലോൺ എടുത്താണ്, എനിക്കറിയാം അതാണ്, എന്താ പിന്നെ അതുകൊണ്ട് കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരുപാട് പൈസ അള്ളാഹുന്ന് കൂലി കിട്ടേണ്ട വിഷയങ്ങളാണ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോ, അവർക്ക് ഹലാലായ ഭക്ഷണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ, മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോ, വല്ല സാധനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊക്കെ കൂലി പ്രതീക്ഷിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്താൻ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ടോ, മദ്രസക്ക് ഫീസ് അടക്കുന്നത്, ബസ്സിനെ അടക്കുന്നത്,